மென்ஷன் பண்ணி பேசுனது தவறு தான். அவர் சார்பாக நான் சாரி கேட்குறேன். முதல்ல உங்கள் தலைவரோட பேரை மென்ஷன் பண்ணி பேசுனது தவறு தான். அவர் சார்பாக நான் സാരി കേൾക്കാം. സുഹൃത്തുക്കളെ, കരുണാനിധിയെ തലൈവറെന്നോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്നൊന്നും പരാമർശിക്കാതെ വെറും കരുണാനിധി എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമുണ്ടാക്കുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിൽ. നിയമസഭയിൽ അതൊരു വലിയ പ്രശ്നമായ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി വിജയ് എഴുന്നേറ്റ് പറയുകയാണ്, അദ്ദേഹത്തെ വെറും കരുണാനിധി എന്ന് മാത്രം പരാമർശിച്ചത് മോശമാണ്. അത് വിളിച്ചത് വനമന്ത്രിയാണ്, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ്. എന്തൊരു രസമല്ലേ! ഞാൻ അതിന് ഭയങ്കര രസമുള്ളൊരു ഭയങ്കര ഭംഗിയുള്ളൊരു പരിപാടി എന്ന് ഞാൻ അതിനെ പറയും. ഞാനിതിനെ അങ്ങനെ വിളിക്കുന്നതിന് കാരണം, നമ്മൾ എന്താ പറയുക, ദിനം തോറും നമ്മുടെ നിയമസഭയിൽ നിന്നും നമ്മുടെ മന്ത്രിമാരിൽ നിന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും നമ്മൾ നുണകൾ മാത്രമാണെന്ന് കേൾക്കുന്നത്. നുണകൾ മാത്രം, നുണ പറഞ്ഞ് 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 അതെന്തെങ്കിലും സത്യമാവുമോ എന്നൊക്കെ ചില ആളുകൾ പരിശോധിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ്. എൻ്റെ സുഹൃത്തുക്കളെ, എന്തോരം നുണകളാണ് പറയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 3 മാസമാണ് വിജയ് ഗവൺമെൻറ്റും നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും അധികാരം തുടങ്ങിയിട്ട് വെറും 3 മാസമായിട്ടുള്ളൂ. പറയത്തക്ക ചീത്തപ്പേരൊന്നും നമ്മുടെ വിജയ് ഗവൺമെൻറ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് കയ്യടികൾ കിട്ടിയിട്ടുണ്ട്. ശരി, അവിടെ കെടുക്കട്ടെ. കഴിഞ്ഞ 3 മാസം കൊണ്ട് നമ്മൾ ഏകദേശം 26,000 കോടിയിലധികം രൂപ നമ്മുടെ ഗവൺമെൻറ് കടമെടുത്തിട്ടുണ്ട്. ആരും ചർച്ച ചെയ്യുന്നില്ലേ? ആരും ചർച്ച ചെയ്യില്ല, അതാരും പ്രതീക്ഷിക്കേണ്ട. ഒരു വർഷം ആകെ എടുക്കാവുന്നതിൻ്റെ പകുതിയിലധികം വെറും 3 മാസം കൊണ്ട് എടുത്തു എന്നർത്ഥം. ഒരു വർഷം കടമെടുക്കാൻ ഒരു പരിധിയുണ്ട്. ഇത്രത്തോളം നമുക്ക് കടമെടുക്കാം. അത് പിണറായി ഗവൺമെൻറ് ആയാലും ആരായാലും അത് എടുക്കാം, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവാം. പക്ഷെ അതെടുക്കുന്നവൻ്റെ പകുതിയിലധികം ഇപ്പോഴേ എടുത്തു കഴിഞ്ഞു. വെറും 3 മാസം കൊണ്ട് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര മാസം ഉണ്ടോ അല്ലേ? ആ മാസത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ 26,000 കോടി പണം എടുത്തു കഴിഞ്ഞാൽ അത് ചെലവഴിക്കണ്ടേ? ഒരു പോസ്റ്റ് നോക്കൂ. നമ്മുടെ പ്രളയം ഈ അടുത്ത് സംഭവിച്ച ഓർമ്മയില്ലേ? അതിന് ദുരിതാശ്വാസത്തിൽപ്പെട്ടവർക്ക് 10,000 രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഓണമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സൈഡിൽ ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സപ്ലൈകോയിൽ ഓണച്ചന്തയിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പണമില്ല. 26,000 കോടി എടുത്തിട്ടുണ്ടേ. റേഷൻ അരിയും കൊടുക്കാൻ പണമില്ല. സ്കൂൾ കുട്ടികൾ ഉച്ചഭക്ഷണം, സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു. വിലക്കയറ്റം മൂലം പലതും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഗവൺമെൻറ് തന്നെ പറഞ്ഞു, സാധാരണത്തെ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്ന പോലെ ലാവിഷൊന്നും വേണ്ട, ഒരു 2 കറി ചോറ് എന്നതിലേക്ക് സംഗതി ചുരുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ കുട്ടികളുടെ കാര്യമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ ടെസ്റ്റുകൾക്കൊക്കെ പണം കൊടുക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നു. അത് അവസാനം റിയാസ് അടക്കമുള്ള ആളുകളൊക്കെ സമരം ചെയ്ത് അത് നിർത്തലാക്കി. ഒരു കാര്യമില്ല. എന്തിനാണ് റിയാസൊക്കെ അതിന് സമരം ചെയ്ത് എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. വോട്ട് ചെയ്തവർ അനുഭവിക്കട്ടെ എന്നുള്ളൊരു പകയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിലും ആയിക്കോട്ടെ. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു 1,000 രൂപ വെച്ച് കിട്ടിയിരുന്നു. അത് നിർത്തലാക്കി. ഒരു സ്ത്രീക്കും പരാതിയില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പരാതിയില്ല. ആയിക്കോട്ടെ. KSRTC ബസ് ഇപ്പം തന്നെ കുറേ കട്ടപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഒന്നും നന്നാക്കാൻ പൈസയില്ല. മാസം 90 കോടിയോളം രൂപ നഷ്ടത്തിലേക്ക് എത്തിക്കുന്നു. വെറും 3 മാസം എത്തിയിട്ടുള്ളൂ. 4 സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടി. അതിനിടയ്ക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും അടച്ചു പൂട്ടിയിരുന്നു. ഇപ്പോൾ വാർത്തയൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അത് വീണ്ടും തുറക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ ഗവൺമെൻറ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നു. ലോക്കൽ റോഡ് അറ്റകുറ്റപ്പണി, മാലിന്യ നിർമ്മാർജ്ജനം ഇതൊക്കെ അവതാളത്തിലായിരിക്കുന്നു. ഫണ്ട് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊരു കാരുണ്യ ഇൻഷുറൻസ് പറയുന്ന പദ്ധതിയുണ്ട്. ഏകദേശം അത് നിൽക്കാറായിരിക്കുന്നു. പ്രവാസി ക്ഷേമ പെൻഷൻ പണമില്ല. നെല്ല് സംഭരണത്തിന് 300 രൂപ എങ്ങടൊക്കെ മാറ്റിവെക്കുന്നു പറയുന്നു, പണമില്ല. പക്ഷെ ആ സമയത്തും കഴിഞ്ഞ ദിവസം അടക്കം
ആ ഹെലികോപ്റ്റർ എടുത്ത് ഏതോ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയി എന്നൊക്കെ ആരോപണമുണ്ട്. ആരെന്ന് ഞാൻ പറയില്ല, ആരോ പോയി, ആരുടെയോ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതിനു മുമ്പും കേരളം കടമെടുത്തിട്ടുണ്ട് കേട്ടോ. കടമെടുക്കാതിരുന്നിട്ടൊന്നുമില്ല, കടമെടുത്തിട്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കടമെടുത്ത കാശ് മുഖ്യമന്ത്രിമാർക്ക് സുഖിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അത് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ, ചിലപ്പോൾ ഈ ഓണത്തിന് കിറ്റ് കൊടുക്കാൻ, പെരുന്നാളിന് കിറ്റ് കൊടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഗവൺമെൻറ് പണം എടുത്തിരുന്നത്. എടുത്ത പണമൊക്കെ എവിടേക്ക് പോണു എന്നൊന്നും ആരും ചോദിക്കരുതേ. ഇനി അതുമല്ല, വല്ല കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഒരു പ്രത്യേക ദിവസം ഫുള്ള് നുണയായിരിക്കുന്ന പറയുന്നത്. ആ നുണ പൊളിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ ഒരു പ്രത്യേക പ്രോഗ്രാം അടക്കം തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ. എങ്ങനെയുണ്ട്? നുണകളിൽ എത്രത്തോളം ഉണ്ട്, വസ്തുത ശരിക്കും എന്താണ് എന്ന് പൊളിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം അടക്കം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ മന്ത്രിമാരും കുറേ MLA മാരും കുറേ പ്രതിപക്ഷത്തുള്ള ആളുകളും കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉള്ള സമയത്താണ് അന്തരിച്ചു പോയ കരുണാനിധിയുടെ പേര് കരുണാനിധി എന്ന് മാത്രം പറഞ്ഞതിന് തലൈവറെന്നോ മുൻ മുഖ്യമന്ത്രിയോ എന്നൊന്നും പരാമർശിക്കാതെ വെറും കരുണാനിധി എന്ന് മാത്രം പറഞ്ഞത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും അതിനെ തുടർന്ന് ഒരു ഈഗോയുമില്ലാതെ ഒരു മടിയുമില്ലാതെ മാപ്പ് പറയാൻ തയ്യാറാവുന്നതും. അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഹൈറ്റ്സ് ഉയർത്തുക എന്നുള്ളത് ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ല. ഈഗോ എന്ന് പറയുന്ന ഒരു പരിപാടി വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെയും ആ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരു 4 അയലത്തൂടെ പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ വെച്ചെങ്കിൽ ഈഗോടെ മരങ്ങളാ. നുണ പറഞ്ഞിട്ടായാലും ഞാൻ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്നെ സമ്മതിക്കല്ലേ വേണ്ടേ അല്ലേ? സുഹൃത്തുക്കളെ, എനിക്ക് തെറ്റുപറ്റി, നാട്ടുകാരെ അതിലെനിക്ക് അബദ്ധം പറ്റിപ്പോയി കേട്ടോ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ തിരുത്തും എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എന്ത് ഭംഗിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്ന് എഴുതി വയ്ക്കണേ. ബൈ.